നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഫോട്ടോ എടുക്കണല്ലേ? ഫോട്ടോ ഇപ്പൊ ഞാനെടുത്ത ഫോട്ടോ എല്ലാരും കാണിക്ക്. ഈ ഫോട്ടോ SMS അയക്കടാ. ആദ്യം നിന്റെ അമ്മയുടെ ഫോട്ടോ എടുക്കണം, അനിയത്തിയുടെയും ചേച്ചിയുടെ എടുക്ക. ഈ കോളേജിലെ നേതാവ് നീയാണോടാ? നേതാവാണല്ലേ നീ? വെള്ള കളറ്, വില കൂടിയ ഷർട്ട് ഇട്ടാ നല്ലവനാകൂ നീ? ഇത് നോക്ക്, ഗെറ്റപ്പ് മാത്രം നന്നായാ പോരാ, ക്യാരക്ടർ നന്നായിരിക്കണം. എന്തിനാ ഇവിടെ വണ്ടി നിർത്തിയേ? ജപ്പാൻകാരൻ വണ്ടി കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ? അത് അമ്പലത്തിൽ കൊണ്ടുപോയി പൂജ ചെയ്യാൻ നമ്മളല്ലേ കണ്ടുപിടിച്ചത്. വണ്ടിക്ക് ഒരു പൂജ നടത്തിയിട്ട് പോയാലോ? ഇപ്പൊ എന്തിനാ പൂജ? വണ്ടിക്കൊന്നും സംഭവിക്കണ്ടെന്ന് കരുതിയാ. ഓഹോ, അപ്പൊ നിനക്ക് സംഭവിച്ച കുഴപ്പമില്ലല്ലോ. എനിക്കൊന്നും ആവാതിരിക്കാൻ വേണ്ടിയാ. അങ്ങനെയെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാ? വണ്ടിക്കും എനിക്കൊന്നും സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണെന്ന്. അപ്പൊ എതിരെ വരുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാ? അവൻ മുൻകൂട്ടിയെ പൂജ ചെയ്തിട്ടായിരിക്കുമല്ലോ വരുന്നത്. അതെങ്ങനെ നിനക്കറിയാം? ഏടാവൻ പൂജയോ ഭജനയോ അതാണ് നമുക്കിപ്പോ പ്രധാനം. നമ്മുടെ വണ്ടിക്ക് പൂജ ചെയ്യാന്ന്. അത് പിന്നെ വണ്ടി നിന്റെ നേരെ വരുമ്പോ ഒരു ചെറിയ തേങ്ങ മേടിച്ച് വണ്ടിക്ക് പൂജ ചെയ്യുന്നതിനാണോ ഇൻകം ടാക്സ് ചോദ്യം ചെയ്യുന്ന പോലെ ചോദിക്കുന്നത്? ആ പൂജ എനിക്ക് വേണ്ട, നിന്റെ തേങ്ങ എനിക്ക് വേണ്ട, എന്തിനീ ബൈക്ക് പോലും എനിക്ക് വേണ്ട, എന്നെ വിട്ടേക്കടാ. എങ്ങനെ പോണെന്ന് എനിക്കറിയാം. ഇവന്റെ തലയ്ക്ക് നല്ല സുഖമില്ല. ബുള്ളറ്റ് നടന്നു പോവാനോ? ഏയ്, ഒക്കെ പുതുവണ്ടി തീസ്കോറാ. ഈ വണ്ടിക്കായിരിക്കോ? വല്ലാണ്ട് പഴയതാണല്ലോ. യോ അല്ലല്ല, പുതിയതാ. ഞാൻ വണ്ടിയല്ല പറഞ്ഞത്, ബുള്ളറ്റ് മൊപ്പടി പോകുന്ന ചരിത്രം എഴുതി വെച്ചോടാ. ഈ ബിസ്ക്കറ്റ് കഴിക്കുമോളെ? എനിക്ക് ചോക്ലേറ്റ് ആണ് വേണ്ടത്. നല്ല കുട്ടിയല്ലേ, കഴിക്കേ. പറയുന്നത് കേക്കുമോ? സൺഫീസ്റ്റ് നല്ല ബിസ്ക്കറ്റാ, കഴിച്ചോ മോളെ നീ? ഹൈ സൺഫീസ്റ്റ് മിൽക്കി മാജിക്. താങ്ക് യു അങ്കിൾ. ബൈ. എടി, അവിടെ ഇരിക്കുന്ന നമ്മുടെ ആദിയല്ലേ? എന്തിനാ സംശയിക്കുന്നത്? അവൻ തന്നെയാ ഇരിക്കുന്നത്. അവൻ എന്തിനാ അവിടെ പോയിരിക്കുന്നത്? അവൻ അമ്പലത്തിലൊക്കെ വരുന്നുണ്ടോ? എടി, ഇവളെ ഹാപ്സാരി പാവാടെ ഉടുപ്പിച്ചുകൂടായിരുന്നു? അവള് കൊച്ചല്ലേ, സാരമില്ല. അച്ഛാ അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ ബുള്ളറ്റ് ചേട്ടന് ഒരു ഫോട്ടോ കാണിച്ചത് കോളേജിലെ? ആ പെണ്ണാ അത്. അപ്പൊ സാർ ഇതിനു വേണ്ടിയാണ് അമ്പലത്തിൽ വരുന്നതല്ലേ? ഹലോ, ആരാ? ഇതെന്താ ഇത്ര വേഗം എന്നെ അങ്ങ് മറന്നുപോയോ? ഇന്നലെ കോളേജിൽ വെച്ച് അന്ന് നിങ്ങളല്ലേ എന്നോടെല്ലാം മറന്നേക്കാൻ പറഞ്ഞത്? ഞാൻ മറന്നു. അർച്ചനയാണ്, അഭിഷേകമാണ്. ഇതൊന്നും നമുക്ക് ശീലമല്ല. മണി സാർ, സാർ എന്താ ഇവിടെ? സാറിനോട് ഞാൻ ചോദിക്കേണ്ട ചോദ്യമല്ലേ അത്? മോതിരം മാറ്റാനാണോ അതോ നേരിട്ട് രജിസ്ട്രേഷൻ ആണോ? മണി, ഇതെന്റെ ഫ്രണ്ടാ. ഇതെന്റെ പേരൻസ്. സിവിൽ എഞ്ചിനീയർ, ഇവള് ഹൗസ് വൈഫ്. ഞാൻ പറഞ്ഞില്ലേ, ഇതാ എന്റെ അനിയത്തി. ഓ, അന്ന് നമ്മൾ മഴയത്ത് ഐസ്ക്രീം കഴിച്ചത് കളിയാക്കിയത് ഇവളാണോ? രണ്ടുപേരുടെയും ടേസ്റ്റ് ഒന്നായതുകൊണ്ടല്ലേ സെറ്റ് ആയത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതായത് ചാറ്റിംഗ്, ഡേറ്റിംഗ്, അങ്ങനെ. എന്ത് ചാറ്റിംഗ്, ഡേറ്റിംഗ്? മണി, അയ്യോ, ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ഒന്നുമില്ല, നമ്മുടെ ഫ്രണ്ട്ഷിപ്പില്ലേ അതിനെ കുറിച്ച് പറഞ്ഞതാ. ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. ഞങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാം അറിയാലോ. എന്തറിയാന്നാ? പൊന്നു മോളെ, ഞാൻ വേണേ കാല് പിടിക്കാം. കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കോ? ഈയൊക്കെ പൂജയ്ക്ക് സമയമായി. ചെല്ലു ചെല്ലു. ആദ്യം നിൽക്കും, പറഞ്ഞു വിടാൻ വരട്ടെ. മോടെ പേരെന്താ? അഞ്ജലി. അഞ്ജലി, ദീർഘായുസായിരിക്കണം. ഇന്നു മുതൽ നീ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമാണ്. മോള് വീട്ടിലേക്കൊന്ന് വരാം. നിങ്ങളുടെ വീട്ടിലേക്കോ? അതെന്താ, ഞങ്ങളുടെ വീട്ടിലൊന്നും വരില്ലേ? തീർച്ചയായിട്ടും വരാം. എനിക്ക് പെണ്ണിനെ നല്ലവണ്ണം അങ്ങ് ഇഷ്ടപ്പെട്ടു. അടുത്ത മുഹൂർത്തത്തിൽ തന്നെ കല്യാണം. മണി ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? അയ്യോ, ബുള്ളറ്റ് ഒരുത്തൻ എന്നെ അടിച്ചു. ബുള്ളറ്റ്, നീ എന്റെ ആളാണെന്ന് അവന്മാർക്ക് അറിയോ? അത് പറഞ്ഞപ്പോഴാ ബുള്ളറ്റ് എന്നെ അടിച്ച് ചമ്മതിയാക്കിയത്. എന്റെ ഗ്യാങ്ങിലുള്ള ഒരുത്തന്റെ മേലെ അവൻ കൈവച്ചു അല്ലേ?
അവന്റെ ആംബുലൻസ് റെഡി ആയി കഴിഞ്ഞു. എവിടെയാടാ നമ്മുടെ ഗ്യാങ്? എടുക്കടാ നമ്മുടെ ബുള്ളറ്റ്. ബുള്ളറ്റേ ഇവനെ എന്നെ അടിച്ച ബുള്ളറ്റേ. എന്താ ബുള്ളറ്റ് ഒന്നും മിണ്ടാ നിൽക്കുന്നേ? ജില്ലറ്റ് വാങ്ങി ഷേവ് ചെയ്യാൻ പോലും കാശില്ലാത്തവനോട് ഈ ബുള്ളറ്റ് സംസാരിച്ച ചരിത്രത്തിൽ എന്റെ പേര് മോശമാവില്ലേ? നീ തന്നെ ചോദിക്കടാ. എന്റെ കുട്ടാനെ നീ ആണോ അടിച്ചേ? അതേടാ ഞാനാ തെറ്റ് ചെയ്തതിൽ അവർ പശ്ചാത്താപമുണ്ട്. വാ പോവാം. ആരാടാ ഇതിന് ബുള്ളറ്റ്? ബുള്ളറ്റ് ആരാണെന്ന് അറിയാത്തവൻ ദാതയാവില്ല. അങ്ങനെ ദാതയല്ലാത്തവരോട് ഈ ബുള്ളറ്റ് സംസാരിക്കില്ലടാ. വാ പോവാം. ഏയ് മര്യാദയ്ക്ക് നീ ഇവിടെ വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? പറയാവടാ. വായിലിട്ട ചോക്ലേറ്റ്, കടയിൽ പോയ കട്ട്ലറ്റ്, കൂമ്പ് നോക്കി ഇടിക്കുന്നവനാണ് ഈ ബുള്ളറ്റടാ. ബുള്ളറ്റേ മുന്നോട്ട് സൈഡിൽ വെക്കാവല്ലേ? ബുള്ളറ്റ് ഒരിക്കലും മോട്ടോർ സൈക്കിൾ ആകരുത്. ബുള്ളറ്റ് ആരാണെന്ന് കാണിച്ചു കൊടുക്കവന്. എന്തിനാണ് തടഞ്ഞത്? എന്തിനാ എന്നെ തടഞ്ഞതെന്ന്? ഒരേ സമയം ഇതുപോലെ കടകം, മറുകടകം, ആ പൂഴിക്കടകൻ മൂന്നും എടുത്ത് അടിക്കുന്നവരാടാ ഈ ബുള്ളറ്റ്. എന്തിനാണ് എന്നെ തടഞ്ഞത്? അവിടെ തന്നെ നിക്കടാ. ഇവരെ തീർത്തിട്ട് ഞാൻ കണ്ടോളടാ. എടാ സമാധാനമായിരിക്കുന്നവരെ ഞാൻ മോരാടാ. പൊങ്ങിക്കഴിഞ്ഞ ഞാൻ ബിയറാടാ. ആരാടാ ഇവന് സപ്പോർട്ട്? ആരാടാ ഇവന് സപ്പോർട്ട്? എഴുന്നേക്കടാ, എഴുന്നേക്ക. അയാള് പോയോടാ മോനെ? പോയി ബുള്ളറ്റ്. ചത്തുപോയി നിന്റെ അമ്മൂമ്മയുടെ മേലെ സത്യം? അവൻ പോയി ബുള്ളറ്റ്. സമാധാനമായി, വിഷമിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ക്വാർട്ടറും കോഴി ബിരിയാണിയും മേടിച്ച് തന്നേക്കാം.